ഒരു ഫയലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. ഹായ് ഓൾ, നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷനെ കുറിച്ചിട്ടും രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെങ്കിലുള്ള പെനാൽറ്റീസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആണ്. നമ്മൾ നമ്മളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ എല്ലാ വർഷവും ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫയലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 9 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ FTA ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ ജാനുവരി ടു ഡിസംബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ മസ്റ്റ് ആയിട്ടും 30th സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് 9 മന്ത്സിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ടാക്സബിൾ പ്രോഫിറ്റിന്റെ മേലെ 9% ആണ് നിങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകത്തിൽ നിന്നും നിങ്ങളുടെ അലവബിൾ എക്സ്പെൻഡിച്ചറും എക്സംപ്റ്റഡ് ഇൻകം ഡിഡക്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ ഒരു ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.